Hello everyone, welcome to Kids Area Online. Kids Area Online YouTube channel കുട്ടികൾക്കായുള്ള ചാനലാണ്. അതായത് കുട്ടികൾക്കായുള്ള ക്ലാസ്സസ്, വർക്ക്ഷീറ്റ്സ്, സ്പെഷ്യൽ ക്ലാസ്സസ് ഒക്കെ കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. സ്പെഷ്യൽ ക്ലാസ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇംഗ്ലീഷ് റീഡിംഗ്, റൈറ്റിംഗ്, മലയാളം റീഡിംഗ്, റൈറ്റിംഗ്, അതുപോലെ വർക്ക്ഷീറ്റ്സ്, ഫോണിക്സിൻ്റെ ക്ലാസ്സസ്, ഇങ്ങനെയുള്ള ഒത്തിരി ക്ലാസ്സസ്, LKG, UKG ക്ലാസ്സസ് ഒക്കെ കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ 9746487799 ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്നും കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. മലയാളം വായിക്കുവാനുള്ള വർക്ക്ഷീറ്റ്സ് നമ്മൾ ചെയ്തു തുടങ്ങിയിരുന്നു. ആദ്യത്തെ വർക്ക്ഷീറ്റ് ചിഹ്നങ്ങളൊന്നുമില്ലാത്ത വർക്ക്ഷീറ്റായിരുന്നു. ചിഹ്നങ്ങളൊന്നുമില്ലാത്ത വാക്കുകൾ എങ്ങനെയാണ് വായിക്കുവാൻ പഠിപ്പിക്കുന്നതിനായിട്ടുള്ള വർക്ക്ഷീറ്റായിരുന്നു. രണ്ടാമത്തേത് ചന്ദ്രക്കല ചേർത്ത് എങ്ങനെയാണ് വായിക്കുവാൻ പഠിക്കേണ്ടത്, അങ്ങനെയുള്ള വാക്കുകളൊക്കെ ചേർത്തിട്ടുള്ള വർക്ക്ഷീറ്റായിരുന്നു. ആ വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതിയാകും. ഇന്നത്തെ വർക്ക്ഷീറ്റ് മൂന്നാമത്തെ വർക്ക്ഷീറ്റാണ്. മലയാളം റീഡിങ്ങിൻ്റെ മൂന്നാമത്തെ വർക്ക്ഷീറ്റാണ്. ചിഹ്നം ചേർത്ത് വായിക്കുവാനുള്ള വർക്ക്ഷീറ്റാണ്. ഇതിൽ 2-3 പേജസ് നിങ്ങളെ പരിചയപ്പെടുത്താം. ബാക്കിയുള്ള പേജസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം. നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങുവാൻ കഴിയുന്ന തരത്തിലുള്ള ഫീ ആണ്. ഇവിടെ ചം ഇതുപോലെ എങ്ങനെയാണ് ചിഹ്നം വരുന്നത് എന്ന് പഠിപ്പിക്കുന്നതാണ് ആദ്യത്തെ വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത്, ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത്. എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് അമ്മിൻ്റെ കൂടെയുള്ള ഈ കാണുന്ന ആ ഓ പോലെയുള്ളതാണ് ചിഹ്നം. ചിഹ്നം ഇതാണ് എന്ന് പരിചയപ്പെടുത്തുന്നതാണ് ആദ്യം കാണിച്ചിട്ടുള്ളത്. അതിനുശേഷം ക പ്ലസ് ആണ് കം. നമ്മൾ വായിക്കേണ്ടത് കം. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. അതുപോലെ ചം തം. ഇത് പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ് ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത്. സെക്കൻഡ് പേജിൽ വരുന്നത് വ്യഞ്ജനാക്ഷരങ്ങളോടൊപ്പം ചിഹ്നം ചേർത്ത് സ്പീഡിൽ വായിക്കുവാനുള്ളതാണ്. ഖം ഗം ഖം ങം. ഇത് വായിച്ച് പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ് രണ്ടാമത്തെ പേജ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പേജ് മുതൽ കുറച്ച് പേജസ് എന്ന് പറയുന്നത് കൂടുതലും ചിഹ്നം വരുന്ന അക്ഷരങ്ങൾ. ഇപ്പോൾ നായുടെ കൂടെ ചിഹ്നം വരികയാണ്. നം എന്ന് വായിക്കുവാൻ പറഞ്ഞു കൊടുക്കുവാണ്. അതിനുശേഷം മറ്റക്ഷരങ്ങളോടൊപ്പം എന്ന അക്ഷരം വന്നാൽ എങ്ങനെ വായിക്കണം? ഈ ഡോട്ട് ഇട്ടുള്ളത് പെൻസിൽ പോയിന്റ് ചെയ്യുവാനാണ്. പെൻസിൽ ഇവിടെ വച്ച ശേഷം കുട്ടി വായിക്കുവാനാണ്. ഇവിടെ നമ്മൾ അമ്മെന്ന് വായിക്കുവാനായിട്ട് അനുവദിക്കരുത്. ഒറ്റ ഇതായിട്ടാണ് ഡോട്ട് ഇട്ടുള്ളത്. അപ്പോൾ എന്ന് തന്നെയാണ് വായിക്കേണ്ടത്. ഒരുമിച്ച് വായിക്കുമ്പോൾ ഇടയ്ക്ക് ഗ്യാപ്പ് വരാൻ പാടില്ല, സ്പേസില്ല, ഒരുമിച്ച് വായിക്കുക. ഇത് കഴിഞ്ഞ ഉടനെ അടുത്ത് വായിക്കുക. അതാണ് ഇങ്ങനെ സിമ്പിൾ നൽകിയിട്ടുള്ളത്. കണം കണം പണം മണം ചണം ഗണം ഈണം. അതുപോലെ ലായോട് കൂടി വന്നാൽ ലം. ലാക്ക് ചിഹ്നം വരുമ്പോൾ ലം. ലം കലം. ലം ജലം. ലം തലം. ലം ഫലം. ലം ബലം. ഏലം. ഇതാണ് മൂന്നാമത്തെ പേജ്. നാലാമത്തെ പേജിലുള്ളത് ഇതുപോലെ ഒത്തിരി അക്ഷരങ്ങളോടൊപ്പം ചിഹ്നം വരുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളതും. ഇതിപ്പോൾ 2 അക്ഷരമാണ്. 3 അക്ഷരം വരുമ്പോൾ എങ്ങനെ, 4 അക്ഷരം വരുമ്പോൾ എങ്ങനെ, 5 അക്ഷരം വരുമ്പോൾ എങ്ങനെ, അങ്ങനെ എല്ലാ വാക്കുകളും
എങ്ങനെയാണ് അംചിഹ്നം വരുന്ന വാക്കുകൾ എങ്ങനെ വായിക്കാം എന്നുള്ളതാണ് ഈ വർക്ക്ഷീറ്റ്. ഇതിനു മുൻപ് ചന്ദ്രക്കലയുടെ വർക്ക്ഷീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനു മുൻപ് ചിഹ്നങ്ങളൊന്നുമില്ലാതെയുള്ള വർക്ക്ഷീറ്റ് എങ്ങനെ എളുപ്പത്തിൽ വായിക്കാം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ വർക്ക്ഷീറ്റ് വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും. 9746487799. ഒത്തിരി കുട്ടികൾക്ക് വായിച്ച് ഈസി ആയിട്ട് വായിക്കാനുള്ള ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഏതൊരു കുട്ടിക്കും വായിക്കാൻ ബുദ്ധിമുട്ടുന്ന ഏതൊരു കുട്ടിക്കും വായിച്ചെടുക്കാവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വർക്ക്ഷീറ്റ്സ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് അയച്ചു തരുന്നതാണ്. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ കുട്ടികളെ LKG UKG നിങ്ങൾ ജോയിൻ ചെയ്യിക്കുന്നുണ്ട് എങ്കിൽ കിഡ്സ് ഏരിയ ഓൺലൈനിൽ LKG UKG ഫുൾ സിലബസ് കോഴ്സ് അവൈലബിൾ ആണ്. അതിനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് വായിക്കുവാൻ പഠിക്കുന്നുണ്ട് എങ്കിൽ, മലയാളം വായിക്കുവാൻ പഠിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ കോഴ്സസും കിഡ്സ് ഏരിയ ഓൺലൈനിൽ അവൈലബിൾ ആണ്. വളരെ എളുപ്പത്തിൽ ഈസിയായിട്ട് കുട്ടികൾ ഇംഗ്ലീഷ് വായിക്കുവാനും മലയാളം വായിക്കുവാനും സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഓരോ ക്ലാസ്സുകളും ചെയ്തിട്ടുള്ളത്. അതുപോലെ കുട്ടികൾക്കായിട്ടുള്ള ബേസിക് കോഴ്സസ് എല്ലാം വർക്ക്ഷീറ്റ്സ് ഒക്കെ കിഡ്സ് ഏരിയ ഓൺലൈനിൽ അവൈലബിൾ ആണ്. നമ്പേഴ്സ് അറിയാത്ത കുട്ടികൾക്ക് നമ്പർ നെയിംസ്, മലയാളം അക്ഷരങ്ങൾ, സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, കൂട്ടക്ഷരങ്ങൾ, ചില്ലക്ഷരങ്ങൾ, ഇംഗ്ലീഷ് ലെറ്റേഴ്സ്, സ്മോൾ ലെറ്റേഴ്സ്, ബിഗ് ലെറ്റേഴ്സ്, ഇങ്ങനെയുള്ള കുട്ടികൾക്കായുള്ള എല്ലാ ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈനിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ കുട്ടികൾക്ക് ഏത് ക്ലാസ്സാണോ ആവശ്യം അത് നിങ്ങൾ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ നിന്ന് നൽകുന്നതാണ്.